ഹലോ, നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ മൂവി, ഒരു നോവലിന്റെ അതിപ്രശസ്തമായ ഹൃദയസ്പർശിയായ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം ഇന്ന് തിയേറ്റർ റിലീസ് ആയിരിക്കുകയാണ്. യെസ്, ഇറ്റ് ഈസ് ദ ആടുജീവിതം ആൻഡ് ദ ഗോഡ് ലൈഫ്. പൃഥ്വിരാജ് സുകുമാരൻ, ബ്ലസ്സി ആൻഡ് എ.ആർ. റഹ്മാൻ, പിന്നെ അറിയപ്പെടാത്ത, എനിക്കറിയാത്ത, പറയാത്ത ഒരുപാട് അണിയറ പ്രവർത്തകരുടെ ഹാർഡ് വർക്കിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ മൂവി എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെയാണെന്ന് ഉറച്ച് പറയുന്നു. പൃഥ്വിരാജ് സുകുമാര, നിങ്ങൾ മലയാളത്തിന്റെ മുത്താണെന്നല്ല, ലോക സിനിമയുടെ നെറുകയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങളെ ഓസ്കാർ എൻട്രിയിലേക്ക് പരിഗണിച്ചില്ലെങ്കിലും, ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പരിഗണിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും ഇവിടെ കാര്യമാക്കുന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ആ പടം അതുപോലെ ബ്ലസ്സി എന്ന സംവിധായകന്റെ കരിയറിലെ, പക്ഷെ ഇനി ഒരിക്കലും അദ്ദേഹം ഒരു പടം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇതൊരു സിഗ്നേച്ചർ മൂവി ആയിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല പടത്തിനുള്ള ഒരു സംഭാവന, ചലച്ചിത്ര ലോകത്തേക്ക് ഏറ്റവും നല്ല പടം കൊടുത്ത സംഭാവന ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേരുകളിലായിരിക്കും ഇനി ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്നത്, മലയാള സിനിമാ ചരിത്രത്തിൽ. അത്രയ്ക്ക് മനോഹരമായിട്ട്, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു നോവലിനെ ഇത്ര മനോഹരമായിട്ട്, ഇത്ര ഹൃദയസ്പർശിയായിട്ട്, ഇത്ര ഡെപ്ത്ഫുൾ ആയിട്ട് ചരിത്രമാക്കാൻ സാധിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് സത്യം, സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറയുമ്പോൾ തന്നെ സത്യത്തിൽ രോമാഞ്ചം, എനിക്കിത് കടിക്കാൻ പറ്റില്ലല്ലോ. സത്യം, എനിക്കിതാ എവിടുന്നൊക്കെയോ രോമാഞ്ചം വരുന്നു. കാരണം ഈ പടത്തിന്റെ പ്രമോ കാണുമ്പോൾ തൊട്ട്, ഈ പടത്തിന് ഇങ്ങോല പരസ്യങ്ങൾ വരുന്നപ്പോൾ തൊട്ട് സത്യത്തിൽ ആ നോവൽ വല്ലാതെ ഹോണ്ട് ചെയ്ത ഒരു പുസ്തക ആരാധിക എന്ന നിലയിൽ, ബെന്യാമിന്റെ ഒരു ആരാധിക എന്ന നിലയിൽ, ആടുജീവിതത്തിന്റെ ആരാധിക എന്ന നിലയിൽ എനിക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. കാരണം ഈ പടം എത്രമാത്രം ആടുജീവിതം വായിച്ച ആൾക്കാർക്ക് എത്രമാത്രം അത് റിയലിസ്റ്റിക് ആയിട്ട് ഇവർക്ക് സിനിമയിൽ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ എനിക്ക് നല്ല പേടിയുണ്ട്. പൃഥ്വിരാജ് എങ്ങനെ നജീബിനെ അവതരിപ്പിക്കും എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രൊമോഷൻ സത്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലെ ഈ പടത്തിന് പോകുമ്പോൾ തൊട്ട് പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവം എങ്ങനെയായിരിക്കും ഈ പടം. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് നമ്മളെ മണരാരണ്യത്തിലൂടെ നജീബിനൊപ്പം നടത്തിച്ചു. എനിക്ക് തോന്നുന്നു ആ നജീബ് എന്ന ആ പ്രവാസിയോട്, ഞാനൊരു പ്രവാസിയുടെ മകളാണ്, എനിക്ക് പ്രവാസത്തിന്റെ എന്ത് സ്റ്റോറി വന്നാലും എന്റെ ഹൃദയം പൊടിയും. കാരണം എനിക്കറിയാം എന്റെ ഫാദർ അത്രമാത്രം കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയതാണ്. സോ ഒന്നും രണ്ടും അല്ല, 10-35 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ബാക്കി പത്രമാണ് ഞാനെന്ന് പറയാം. കാരണം ഒരു പ്രവാസിയുടെ രക്തമാണ്, അല്ലെങ്കിൽ പ്രവാസം കൊണ്ടുണ്ടായ ഒരു ജീവിതമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ആ നജീബിന്റെ ജീവിതത്തോട് പൂർണ്ണമായും 100% ആയിട്ട് പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ ടീമും, ബ്ലസ്സി അദ്ദേഹത്തിന്റെ ടീമും നീതി പുലർത്തിയെന്ന് തന്നെ ഈ പടം കണ്ടതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് കൂടുതൽ എന്താണ്, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഞാൻ ഈ സിനിമയുടെ ഭാഗമൊന്നുമല്ല, ഞാൻ ആരുമല്ല, എന്നിരുന്നാലും ഒരുപാട് നന്ദി പൃഥ്വിരാജ്, ബ്ലസ്സി സർ ആൻഡ് എ.ആർ. റഹ്മാൻ, അങ്ങനെ റസൂൽ പൂക്കുട്ടി, അങ്ങനെ എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. മലയാളത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു സൂപ്പർ സിനിമ സമ്മാനിച്ചതിന് താങ്കൾക്ക് ഇനി അവാർഡുകൾ വാരിക്കൂട്ടുകയോ അല്ലെങ്കിൽ താങ്കൾ ഇനി വേൾഡ് സിനിമയിലേക്ക് പോവുകയോ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ എന്നിരുന്നാൽ ഇത്ര നോവൽ, ഇത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ച ഒരു ചിത്രം ഒരുപക്ഷെ വേൾഡ് സിനിമകളില്ല എന്ന് തന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കാണാത്തതുകൊണ്ടാണ്, ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, എങ്കിലും വേൾഡ് സിനിമയുടെ നിലവാരത്തിൽ എത്തി മലയാള സിനിമ എന്ന് തന്നെ പറയാം. ഇനി ഒരു RRR, കഴിഞ്ഞ വർഷം ഓസ്കാർ എൻട്രിയിൽ RRR നേടിയെങ്കിൽ ഒരുപക്ഷെ ഇനി അടുത്ത ഓസ്കാറിൽ വരാൻ പോകുന്നത് ചിലപ്പോ ആടുജീവിതമാകാം എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒന്നും പറയാനില്ല. ഇത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്. ഒരു പക്ഷേ അന്ന് നജീബ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ 90കളിൽ ഗൾഫിൽ പോയി, സൗദിയിൽ പോയി അനുഭവിച്ച ഒരു പക്ഷേ അദ്ദേഹം അനുഭവിച്ച ആ വേദനയുടെ ദുരിതത്തിന്റെ ഒരു ഏട് മാത്രമായിരിക്കാം ഒരു പക്ഷെ ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അന്ന് അദ്ദേഹം അനുഭവിച്ചത് ഇതിന്റെ 1000 മടങ്ങായിരിക്കും. അത് ലോകം അറിയണമെന്ന് അന്നത്തെ ലോകം അറിയണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം എന്ന് പറഞ്ഞ ആള് വലിയൊരു മജീഷ്യനാണ്. നജീബ് വിചാരിച്ചിരുന്നില്ല. കാരണം ബെന്യാമിനിലൂടെ ആടുജീവിതത്തെയും നജീബിനെയും അന്വേഷിച്ച് ലോകം വരുമ്പോൾ നജീബ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടാവുമെന്ന്, അല്ലെ? അദ്ദേഹം സാധാരണക്കാരനൊരു പ്രവാസിയും മലയാളിയുമാണ്. സോ അദ്ദേഹം അനുഭവിച്ച യാതനകൾ, ദുരിതങ്ങൾ ഒരുപക്ഷെ ഇതിൽ കാണിച്ചതിന് 100 ഇരട്ടി ആയിരിക്കാം. എന്നിരുന്നാലും അത് ദൈവം കണ്ടു. അതുകൊണ്ട് അന്ന് തന്നെ ദൈവം സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടാവും, നിന്നെ ഈ ലോകത്തെ നീ അനുഭവിച്ച ദുരിതങ്ങൾ കണ്ട് മലയാളികൾ അറിയണം, അല്ലെങ്കിൽ ഈ ലോകം, മലയാളികൾ മാത്രമല്ല ഈ ലോകം അറിയണം. അതിനൊരു അതുല്യ നടൻ, അതുല്യ സംവിധായകൻ, അതുല്യ സിനിമാറ്റോഗ്രാഫർ, അല്ലെങ്കിൽ അതുല്യ സംഗീത സംവിധായകൻ അതിനായി കൈകോർക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് നജീബിനെ ഇന്ന് തേടി ആളുകൾ പായുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തെ സഹായിക്കാൻ. എല്ലാ അർത്ഥത്തിലും ലോകം
ആ ദുരന്തം അല്ലെങ്കിൽ നോവൽ വായനക്കാർക്ക്, അതായത് പുസ്തകം ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമേ നോവലുകൾ വായിക്കുള്ളൂ. പക്ഷെ സിനിമ ഒട്ടുമിക്ക ആൾക്കാരും കാണും, പ്രത്യേകിച്ച് മലയാളികൾ അല്ലെ. അത് ന്യൂ ജൻ എന്നില്ല, ഓൾഡ് ജൻ എന്നില്ല, മിഡിൽ ജൻ എന്നില്ല, എല്ലാവരും കാണും. സോ അങ്ങനെ ഒരു കാര്യം, അത് പുസ്തകത്തിലൂടെ മാത്രം നീ പ്രശസ്തനായാൽ പോരാ, പകരം നീ ചലച്ചിത്രത്തിലൂടെയും ഈ ലോകത്തെ നിന്റെ അനുഭവം ജനങ്ങളുടെ സിരകളിലേക്ക് ഏറ്റുവാങ്ങണമെന്ന് വിധാതാവ് നിശ്ചയിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് നജീബ് ഇത് ലോകം ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞത്. ബെന്യാമിൻ സർ, താങ്കൾക്ക് ഒരുപാട് നന്ദി. കാരണം ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു ട്രൂ സ്റ്റോറി താങ്കളുടെ ഭാഷയിൽ എഴുതിയത് കൊണ്ടാണ് ലോകം അറിഞ്ഞത്. സോ ഇങ്ങനെ ഞങ്ങൾക്കൊരു ചലച്ചിത്രം സമ്മാനിച്ചതിന് പൃഥ്വിരാജ് സുകുമാരൻ, താങ്കളുടെ അഭിനയ ആ ഹാർഡ് വർക്കിനെ എത്ര നമിച്ചാലും എത്ര കൈകൂപ്പി പറയുകയാണ്. താങ്കളുടെ ആ ബോഡി, ആ പട്ടിണി കിടന്നിട്ടുള്ള ആ ബോഡി കണ്ട് സത്യത്തിൽ അറിയാതെ എന്റെ ഉള്ളിൽ നിന്നൊരു അതിന് പറഞ്ഞ ഒരു തേങ്ങലാണ് ഉണ്ടായിപ്പോയത് അത്രയ്ക്ക്. അതുപോലെ കൂട്ടത്തിൽ അഭിനയിച്ച ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ, നീഗ്രോ ആയിട്ട് അഭിനയിച്ചവര്, മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ അറബാബായിട്ട് അഭിനയിച്ചവര് എല്ലാം അറിഞ്ഞ് ഒരു ദുരിത ജീവിതം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ഇതിലും നല്ലൊരു വേൾഡ് സിനിമ ഇനി മലയാളത്തിൽ ഉണ്ടാവാനില്ല. സോ കുഡോസ് ടു ഓൾ ദ ടീം, എസ്പെഷ്യലി ടു പൃഥ്വിരാജ് സുകുമാരൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. വീണ്ടും ഒരു റിവ്യൂ ആയി കാണുന്നവരെ നന്ദി, നമസ്കാരം.